നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് തീർത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, എല്ലാ ജില്ലകളിലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത് കോഴിക്കോടാണ്. കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട് UDFിൽ നിന്ന് അകന്നു പോയിരുന്നു. ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് UDFിന് കിട്ടാറുള്ളത്. സുജനപാലും അതേപോലെ ശങ്കരനും ജയിച്ച ശേഷം കോൺഗ്രസിൻ്റെ ആരും തന്നെ ഈ അടുത്ത കാലത്തൊന്നും കോഴിക്കോട് നിന്ന് ജയിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണയ്ക്ക് 2 സീറ്റ് മാത്രമാണ് കോഴിക്കോട് നിന്ന് കിട്ടിയത്, വടകരയും അതേപോലെ കൊടുവള്ളിയും. ഒന്ന് MK മുനീറും രണ്ടാമത് KK രമയും. എന്നാൽ ഇത്തവണ 13 സീറ്റുകളിലേക്ക് തന്നെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പോലും 9 മുതൽ 11 വരെ സീറ്റുകൾ കോഴിക്കോട് UDF നേടുമെന്ന് പറയുന്നത് LDFിനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു പൊന്നാപുരം കോട്ടയാണ് കോഴിക്കോട്. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്നത് UDFിൻ്റെ കോട്ടയാണ്. അതേപോലെ എറണാകുളം എന്ന് പറയുന്നത് UDFിൻ്റെ കോട്ടയാണ്. ഇവിടെ 2 സ്ഥലത്തും കൂടെ 16, 14, 30 സീറ്റാണെങ്കിൽ ഇപ്രാവശ്യം അവർക്ക് സഹായമായി എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം പറയുന്നത് 80 സീറ്റാണ് ആവറേജ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൽ ഈ പറയുന്ന കോഴിക്കോടിൻ്റെ സംഭാവന വളരെ വലുതാണ്. അവിടെ 11 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേരളത്തിൽ UDFിന് ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം. എൻ്റെ നാടുകൂടിയായ കോഴിക്കോട് ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ നിലപാടെടുത്തതിൽ അവിടുത്തെ സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ പങ്കുകൂടിയുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും എൻ്റെ കോഴിക്കോട് ജില്ലയെ പറ്റി പറയുമ്പോൾ ഏറ്റവും അവസാനം എൻ്റെ മണ്ഡലം, ഞാൻ താമസിച്ചിരുന്ന മണ്ഡലമായ കോഴിക്കോട് 1-ൽ നിന്ന് ജയന്ത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. 2ാം നിയോജക മണ്ഡലത്തിൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനത്ത് ഫിറോസ് ജയിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജയന്ത് ഒരു ചുരുങ്ങിയത് 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള ഒരു കണക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ ബേപ്പൂരിൽ നമ്മുടെ റിയാസ് തോൽക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. പക്ഷേ സർവേകളിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ റിയാസ് ഒരു നേരിയ മാർജിൻ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്താണ് പറയുന്നത് നോക്കാം. കാരണം അദ്ദേഹമാണ് കോഴിക്കോട് UDFിനെ ഇത്രയും ശക്തമായ രൂപത്തിൽ പിടിച്ചുയർത്തി ആത്മവിശ്വാസം കൊടുത്ത്, എങ്ങനെയാണോ UDFിനെ കേരളത്തിൽ VD സതീശൻ പടുത്തുയർത്തി കൊണ്ടുവന്നത്, ആത്മവിശ്വാസം കൊടുത്ത് തകർന്ന UDFിന് ആത്മവിശ്വാസം കൊടുത്ത് അവരെ കോർത്തിണക്കി എല്ലാ ഘടകകക്ഷികളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചത്, അതേപോലുള്ള ഒരു വ്യക്തിത്വമാണ് പ്രവീൺ കുമാർ പല സമരങ്ങളിൽ തല്ലുകൊണ്ട ആളാണ്, കൈപൊട്ടിയ ആളാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ മൊത്തം പ്രവർത്തനം നടത്തി കൃത്യമായുള്ള പ്രവർത്തനവും ശക്തമായ മേൽനോട്ടവും വഹിച്ചിട്ടാണ് UDFിനെ ഇവിടെ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം. മറ്റു നേതാക്കന്മാർക്കൊക്കെ പങ്കുണ്ട്. KK രമ എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായ രൂപത്തിലാണ് പ്രവർത്തിച്ചത്, പ്രധാന ഘടകമാണ്. അത് MK രാഘവൻ നന്നായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അതിലുപരിയൊക്കെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് നമ്മുടെ പ്രവീൺ കുമാറാണ്. അദ്ദേഹം ഒരു മന്ത്രിയാവേണ്ട ആളായിട്ട് ഞാൻ കാണുന്നു. കാരണം ഒരു ജില്ലയെ മൊത്തത്തിൽ UDFിന് അനുകൂലമാക്കി ഡെവലപ്പ് ചെയ്യുന്നതിൽ നിർണായക പങ്കാണ്. പ്രത്യേകിച്ച് LDFിൻ്റെ കോട്ടയാണ് തകർത്തുകൊണ്ട് പ്രവീൺ കുമാർ ഇവിടെ വിജയത്തിൽ എത്തിച്ചത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എത്ര സീറ്റുകൾ കിട്ടാം, ഇതിനെക്കുറിച്ച് അഭിപ്രായമാരായ. നമസ്കാരം പ്രവീൺ. നമസ്കാരം. അതായത് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് കോഴിക്കോടാണെന്നുള്ളതാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് കോഴിക്കോട് LDFിൻ്റെ കൂടെയാണ്. 1-2 സീറ്റുകൾ മാത്രമാണ് UDFിന് കിട്ടാറ്. കഴിഞ്ഞ തവണ പോലും 2 സീറ്റാണ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 9 മുതൽ 11 വരെ സീറ്റുകൾ UDF നേടുമെന്നാണ് പറയുന്നത്. 1 മുതൽ 3 വരെ സീറ്റ് മാത്രമാണ് LDFന് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. BJP സീറ്റൊന്നും കിട്ടുന്നില്ല. 45% വോട്ടോടുകൂടി UDF മുന്നേറുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ നേതൃത്വം വഹിച്ച കോഴിക്കോട് UDF എന്ന പ്രസ്ഥാനത്തെ ഇത്രയും മുന്നിലേക്ക് എത്തിച്ച പ്രവീൺ കുമാറിന് പറയാനുള്ളത്? ഒന്ന്, അട്ടിമറിയല്ല, സ്വാഭാവികമായും പൊരുതി നേടാൻ പോകുന്ന വിജയമാണത്. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസും ലീഗ് നടത്തിയ വളരെ അടുക്കുചുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, UDFിന്റെ അടുക്കുചുറ്റിയ പ്രവർത്തനങ്ങൾ, പ്രവർത്തകരിലെ ഐക്യം, പാർട്ടിയിലെ അക്കൗണ്ടബിലിറ്റി, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ അതിശക്തമായ പോരാട്ടം എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഉണ്ടാവാൻ പോകുന്ന വിജയമാണിത്. ഈ വിജയം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിതവുമാണ്. ഇപ്പോഴും ഞങ്ങൾ പറയാം, ഇതിനകത്ത് ചെറിയ തെറ്റ് എക്സിറ്റ് പോൾ തെറ്റു എന്നാണ് എന്റെ സംശയം. കാരണം 9 to 11 അല്ല,
13-ൽ 13 ജയിക്കും കോഴിക്കോട് എന്ന ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്. അതായത് ബേപ്പൂര് തവണ റിയാസ് ജയിക്കുമെന്നാണ് പറയുന്നത്. അത് സംഭവ്യമാണോ? എനിക്ക് തോന്നുന്നില്ല. ആദ്യം ജയിക്കാൻ പോകുന്ന സീറ്റ് UDF ബേപ്പൂർ ആയിരിക്കുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെ തന്നെ സംഭവിക്കാനേ വഴിയുള്ളൂ. കാരണം രാഷ്ട്രീയ കാലാവസ്ഥ കോഴിക്കോട് UDFന് അത്രയ്ക്ക് അനുകൂലവും LDFന് എതിരുമാണ്. എൻ്റെ ഒരു ചോദ്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ LDFന്റെ കൂടെ ഉറച്ചു നിന്ന ഒരു കോഴിക്കോട് ജില്ല ഇങ്ങനെ മാറ്റം വരുത്തി ഇത്രയും ശക്തമായ രൂപത്തിൽ എത്തിക്കുന്നതിൽ എങ്ങനെയാണ് താങ്കൾക്കത് പറ്റിയത്? താങ്കളാണല്ലോ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങളെ പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ കഴിഞ്ഞ പ്രതിപക്ഷത്ത് വന്നതോടുകൂടി വന്നൊരു പുതിയൊരു കൾച്ചറുണ്ട്. പ്രവർത്തിക്കുന്നതിനെ അംഗീകരിക്കുക, പ്രവർത്തിക്കാത്തവരെ മാറ്റുക. അതായത് പാർട്ടിക്കകത്ത്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് അക്കൗണ്ടബിലിറ്റി കൃത്യമായി നടപ്പിലാക്കി. പ്രവർത്തിക്കുന്നവന് അംഗീകാരവും പ്രവർത്തിക്കാത്തവന് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ രണ്ടാമത് പാർട്ടിയുടെ പ്രവർത്തനം മൈക്രോ ലെവലിലാക്കി. അതായത് ബ്ലോക്ക് മണ്ഡലങ്ങളിൽ നിന്നൊക്കെ മാറി ബൂത്ത് തലത്തിലാക്കി. ബൂത്ത് തലത്തിലുള്ള മോണിറ്ററിങ്ങും ബൂത്ത് തലത്തിലുള്ള ഒബ്സർവേഷനും കഴിഞ്ഞ 5 വർഷമായി കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ മികച്ച അജണ്ടയാണ്. പിന്നെ അതിലൊക്കെ ഉപരി ഞങ്ങൾക്ക് നൽകിയ മറ്റൊരു ആത്മവിശ്വാസം ഞങ്ങളുടെ ഓഫീസാണ്. കാരണം ഒന്നുമില്ലാതിരുന്ന ഞങ്ങൾക്ക്, അതായത് കോഴിക്കോട്ട് ഭരണപരമായി യാതൊരു സാധ്യതയില്ലാതായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയ്ക്ക് വലിയൊരു പാർട്ടി ഓഫീസ് മുതിർന്നപ്പോൾ അത് സാധിക്കുമെന്ന ആശങ്ക പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. കോഴിക്കോട്ടെ കോൺഗ്രസിന് ആ ഒരു കടമ്പ അതിജീവിക്കാൻ സാധിച്ചതോടുകൂടി ഒരു തികഞ്ഞ ആത്മവിശ്വാസം വന്നു. ഇഫ് ദർ ഇസ് എ വിൽ ദർ വിൽ ബി എ വേ എന്നൊരു ആപ്തവാക്യം അന്വർത്ഥമാക്കാൻ കോഴിക്കോട്ടെ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഓഫീസ് പൂർത്തിയെടുത്തോടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ മികച്ച വിജയം കാണാനുള്ള വഴി ഞങ്ങൾക്ക് ഒരുങ്ങിയത്. താങ്കളെ കുറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പോലീസിന്റെ തല്ലുകൊള്ളുകയും കൈ പൊട്ടുകയും ഒക്കെ ചെയ്തിരുന്ന നേതാവാണ്. അതിനൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ അവസരത്തിൽ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ കൊണ്ട വെയില്, ഞങ്ങളേറ്റ മഞ്ഞ്, ഞങ്ങൾ കൊണ്ട മഴ, ഞങ്ങൾക്കേറ്റ മർദ്ദനം, ഞങ്ങൾ നടത്തിയ ജയിൽവാസം, ഇതൊക്കെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ ഞാൻ അശക്തനാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ പ്രതിപക്ഷത്തിനെതിരെയുള്ള നരവേട്ടയാണ് പിണറായി വിജയന്റെ പോലീസ് നടത്തിയത്. ഞാൻ ദിവസവും, അങ്ങേക്ക് അറിയാമല്ലോ, ഞാനൊരു നല്ല വിശ്വാസിയാണ്. ദിവസവും ചന്ദനപ്പൊടിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. എനിക്കിന്ന് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ഇടത്തെ കൈക്ക് ശേഷിയില്ല. ഇടത്തെ കൈയുടെ ഷോൾഡറിന് താഴെയുള്ള ഭാഗത്ത് ഇപ്പോഴും ഒരു റാഡ് ഉണ്ട്. അത് മനുഷ്യ ശരീരത്തിലേക്ക് ലയിച്ചു അബ്സോർബ് ചെയ്ത പോകുന്നുണ്ട്, എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ആ കൈക്ക് ശേഷിയില്ല. ആ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭീതിയാണ്. അങ്ങനെ ഇത് എന്റെ അനുഭവം. DCC പ്രസിഡന്റ് എന്റെ അനുഭവം ഇതാണെങ്കിൽ ഇതിലും ക്രൂരമായ അനുഭവങ്ങൾ നേരിട്ട എത്ര പ്രവർത്തകർ ഈ ജില്ലയിലും സംസ്ഥാനത്തുമുണ്ട്. ഏതായാലും കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമല്ലോ. ദൈവം ആ കാര്യം ഞങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തില് 3 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ UDFനോടൊപ്പം നിൽക്കുന്നതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് മലപ്പുറമാണ്, രണ്ടാമത്തേത് എറണാകുളമാണ്. ഈ 2 ജില്ലകളും കഴിഞ്ഞ തവണയും UDFനോടൊപ്പം നിന്നതാണ്. എന്നാൽ 0 എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് കോഴിക്കോടിനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെങ്ങനെ കാണുന്നു? അല്ല, കോഴിക്കോടും മലപ്പുറവും എറണാകുളവും എന്നും ഒരു UDF കോട്ടയാണ്. കോഴിക്കോട് LDF കോട്ടയാണെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടന്നപ്പോൾ, പ്രവർത്തകർ കൃത്യമായി ഉണർന്നപ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ കോട്ടയും തകരാൻ പോകുന്നു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പൊ 13-ൽ 13 സീറ്റും നേടും തന്നെയാണ് താങ്കൾ പറയുന്നത്? ഞാൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്ന് വൈകുന്നേരം ജില്ലയിലെ കോൺഗ്രസ് ഓഫീസിൽ പറഞ്ഞാണ് ഞങ്ങളുടെ ലക്ഷ്യം 1, 2, 5, 8 സീറ്റല്ല, 13 ഔട്ട് ഓഫ് 13 ആണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു കോഴിക്കോട്ടെ ജനത അത് ഞങ്ങൾക്ക് സമ്മാനിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്. എന്തായാലും നമുക്ക് മെയ് 4 വരെ കാത്തു നിൽക്കാം. താങ്കളുടെ പ്രതീക്ഷകളാണോ അതല്ല എക്സിറ്റ് പോൾ ആണോ ശരിയെന്ന് നമുക്ക് അന്ന് പറയാൻ പറ്റും. ഞാൻ എക്സിറ്റ് പോൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒന്നുമല്ലാത്ത ഇടത്തു നിന്നും 11 സീറ്റ് വരെ പ്രവചിക്കുന്നതിൽ ഞങ്ങൾ എത്തിയല്ലോ. ഞാൻ അതിൽ ഏതായാലും അഭിമാനമുണ്ട്, സംശയമില്ല. പക്ഷേ എന്റെ പ്രതീക്ഷ ഇതിനപ്പുറത്താണെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.
കേട്ടല്ലോ, അതായത് 13 സീറ്റുകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ താഴേക്ക് അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല. കാരണം 13 സീറ്റുകളിൽ UDF വിജയിക്കും, തിരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമാണ് ലീഡർ. മുമ്പ് നമ്മൾ അറിയാം, മഹേഷ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് കരുനാഗപ്പള്ളിയിൽ അവിടെ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുകയും 25,000 വോട്ടിന് കഴിഞ്ഞ തവണ LDF കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രവീൺ കുമാർ പിടിച്ചെടുത്തത് കോഴിക്കോട് ജില്ലയെ മൊത്തമാണ്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയായുള്ള സ്ഥലമാണ്, റിയാസിന്റെ സ്ഥലമാണ്, പിണറായിയുടെ സ്ഥലമാണ്, ക്രൈമിന്റെ സ്ഥലമാണ്. അവിടെ അദ്ദേഹം ശക്തമായ രൂപത്തിൽ പിടിച്ചുകൊണ്ടത് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച റിയാസിനോടുള്ള മധുര പ്രതികാരം കൂടിയായിട്ട് നമുക്ക് നോക്കണം. എൻ്റെതായ എല്ലാ സംഭാവനകളും കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, UDF വിജയിക്കാൻ വേണ്ടി എന്നുള്ളത് ഈ അവസരത്തിൽ വിലയിരുത്തി പറയുകയാണ്. നന്ദി, നമസ്കാരം.